ഒരു സെയിൽസ്മാന് വേണ്ട ഏറ്റവും വലിയ ഘടകം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ തന്നെ, സംസാര ശേഷി. അത് വെറുതെ ചളപളാന്നാണ് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ്, അതിനെക്കുറിച്ചുള്ള നോളജ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഇതിനെക്കുറിച്ചുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കസ്റ്റമറിനെ അറിയുന്ന രീതിയിൽ, കസ്റ്റമർ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ടാലന്റ് നമ്മൾ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രധാന ഘടകം. രണ്ടാമത്തെ, നമ്മളിപ്പോ എന്താണോ വെക്കുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് 100% നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ കസ്റ്റമർക്ക് പോയിട്ട് ഇതിനെക്കുറിച്ച് അറിയാതെ സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അത് എടുക്കൂല. മൂന്നാമത്തത്, ഏത് ടൈമും നമ്മൾ എപ്പോഴാണ് ഈ സെയിൽസിലേക്ക് ഇറങ്ങുന്നത്, ആ സെയിൽസ് അവസാനം വരെ കസ്റ്റമർ എടുക്കുന്നത് വരെ ആ കസ്റ്റമറെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മളെ പുള്ളിനെ സന്തോഷ രീതിയിൽ നമ്മൾ വിടുന്നത് വരെ സ്മൈൽ ഇരിക്കണം. ഏത് ടൈമിൽ നമ്മൾ സ്മൈൽ ഉണ്ടായിരിക്കണം. നമ്മളെ വീട്ടിൽ ഒരുപാട് കഷ്ടതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ ജോബിലേക്ക് വരുത്താതിരിക്കുക. ഇതാണ് സെയിൽസ്മാന് വേണ്ട മൂന്നാമത്തെ ഘടകം. പിന്നെ ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളും വേണമെന്നൊന്നുമില്ല. നന്നായിട്ട് സംസാരിക്കാനും സ്മൈൽ ചെയ്യാനും ഇതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ അവൻ അടിപൊളി സെയിൽസ്മാൻ ആയിട്ട് മാറും. പിന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ മുന്നിൽ നിൽക്കേണ്ട ഓരോ ഭാവങ്ങളുണ്ട്. നമ്മളെപ്പോഴും എല്ലാവരും ബാക്കിലാണ് കൈ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അതൊരിക്കലും നിൽക്കാൻ പാടില്ല. പിന്നെ പോക്കറ്റിൽ കൈയിട്ടിരിക്കുന്നത് അതും പാടില്ല. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിനോട് ഡീൽ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഇങ്ങനെ വേണ്ടത്, നമ്മളെ ലാലേട്ടനൊക്കെ കാണിക്കുന്ന പോലെ തന്നെ അഭിനയിക്കാൻ അറിയണം. കൈകൾ കാലുകളൊക്കെ ഇങ്ങനെ അഭിനയിക്കണം കസ്റ്റമറുടെ മുന്നിൽ. ഇങ്ങനെ കസ്റ്റമർ മുന്നിൽ വലിയ രീതിയിൽ അങ്ങനെ അഭിനയിക്കില്ല, അഭിനയിക്കാൻ അറിയണം. ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആ കസ്റ്റമറിന് അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സ്മൈൽ ചെയ്യണം. പിന്നെ നമ്മളെ നിൽക്കും നടപ്പും പിന്നെ നല്ല രീതിയിൽ ഇരിക്കണം. അതായത് റെസ്പെക്റ്റഡ്, എപ്പോഴും ഗുഡ് റെസ്പെക്റ്റ് ആയിട്ട് നിന്നാലേ നമ്മളെ പ്രോഡക്റ്റ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മളെ ബോഡി ലാംഗ്വേജ് അതും അടിപൊളിയായിട്ടിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് കാണുന്ന ആൾക്കാരുണ്ട്, പൈസ കൊടുത്തു പോയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. മോട്ടിവേഷൻ, മറ്റേ സെയിൽസ്മാൻ, അങ്ങനെ ഇങ്ങനെ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ ഒരു മോട്ടിവേറ്റർ ആയിട്ട് മാറാൻ, നമ്മൾ തന്നെ നല്ല അടിപൊളിയായിട്ട്, നമുക്ക് ദൈവം തന്ന ഒരുപാട് ഐഡിയകളുണ്ട്. ആ ഐഡിയ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നല്ലൊരു സെയിൽസ്മാനോ നല്ലൊരു ബിസിനസ്മാനോ ആയിത്തീരും. അപ്പൊ എന്താ അല്ലേ, തെറ്റല്ലേ?